എന്തോന്നാടോ ഇത്? പത്മനാഭസ്വാമി കോവിലിൽ ഭീമനെ കെട്ടി ഇരുത്തിയിരിക്കുന്നത് ഇരുന്നിരുന്ന് വേറെ ഇറങ്ങിയല്ലോ. പെണ്ണ് എപ്പോ വരുമെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അങ്ങൊന്ന്, പെണ്ണ് കറക്റ്റ് 5 മണിക്കേ വരികയുള്ളൂ എന്ന്. അങ്ങൊന്ന് 3 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഒന്ന് കുത്തിയിരുന്ന ഞാൻ എന്തോ ചെയ്യും? അത് ശരി, ഈ പെണ്ണിന് സ്വന്തം വീടുള്ളപ്പോ ഇവിടെ വെച്ച് കാണാന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം? വീട്ടില് അവളുടെ അമ്മയും അനിയനും ഈ വിവാഹത്തിന് എതിരാ. ഇടോ, തള്ളയ്ക്ക് സമ്മതമില്ലെങ്കിൽ എന്ത്? ഞാൻ മോളെയല്ലോ സംബന്ധം ചെയ്യാൻ പോന്നേ. മോക്ക് പൂർണ്ണ സമ്മതം തന്നെയല്ലോ. അങ്ങനെ സമ്മതമില്ലെങ്കിൽ അങ്ങനെ ഇവിടെ വരെ വരാൻ പറയൂ. ഇവിടെ വരെ വരാൻ പറയൂ. അതാ ഞാൻ ചോദിക്കുന്നത്. എടോ, അങ്ങനെ ഞാനൊന്ന് പരിചയപ്പെടുത്തിട്ട് പോയിക്കോളാം. അങ്ങനെ ഇങ്ങോട്ട് വന്നേ. ഞാൻ പറഞ്ഞില്ലേ ഇദ്ദേഹമാ. കണ്ടിട്ടുണ്ടോ? പറ്റാണോ? എന്തൊക്കെയാ ചോദിക്കേണ്ടതെന്ന് വെച്ചാ ചോദിച്ചോളൂ. എന്തൊക്കെയാ പറയേണ്ടതെന്ന് പറഞ്ഞോളൂ. സന്നിധാനത്തിപ്പോ അയ്യോ. നാം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സംസാരിക്കാൻ പോവുക. ഏതിനും ഒരു സാക്ഷി വേണമല്ലോ എന്ന് കരുതി. അയ്യോ, ഇനിയും ഒരു സാക്ഷി വേണം? എന്റെ ഈ മനസാക്ഷി പോരെ? മതി. പോരെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മഹാഗണപതി. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞത്. അയ്യോ, ഒരു വലിയ ഈശ്വര വിശ്വാസിയാണെന്ന് തോന്നല്ലോ. നോക്കൂ, ഞാനൊരു പരമഭക്തനാണ്. ദിവസവും സരസ്വതി സ്തോത്രം, ലളിതാ സഹസ്രനാമം, വെങ്കടേശ്വര സുപ്രഭാതം, ശ്യാമളാദണ്ഡകം, ഹരിനാമകീർത്തനം, ജ്ഞാനപ്പാന, ഇതെല്ലാം ഓരോ പ്രാവശ്യമെങ്കിലും ചൊല്ലാതെ ഞാൻ രാത്രി കിടന്ന് ഉറങ്ങാറേയില്ല. വളരെ നല്ലത്. എന്താണ് ആവശ്യം? എന്താണ് വേണ്ടത്? ഉടനടി ഞാൻ എന്ത് ചെയ്യണം? എന്റെ അനിയനെ ഡോക്ടർ പരീക്ഷയ്ക്ക് പഠിപ്പിക്കണം. MBBS ആണല്ലോ. അതെ, ഇത് ഒടുവിലത്തെ കൊല്ലമാണ്. ഓ, ഒരു കൊല്ലമേ ഉള്ളൂ. നശിപ്പിച്ചു കളഞ്ഞല്ലോ. ഒരു 3-4 കൊല്ലം പഠിക്കട്ടെ എന്ന്. അവൻ ബുദ്ധിയുള്ളവനാണ്, ഇതുവരെ തോറ്റിട്ടില്ല. ഞാൻ പറയുന്ന ആ ഒരു വർഷം തോക്കട്ടെന്ന്. തോറ്റിട്ടൊരു 3-5 വർഷം പഠിക്കട്ടെ. അല്ലാതെ എന്റെ ഭാര്യയുടെ സഹോദരനെ 1 കൊല്ലം പഠിപ്പിച്ചെന്ന് വെച്ചാൽ എന്റെ നിലയ്ക്കും വിലയ്ക്കും അതൊരു ഉപകാരമാകണ്ടേ? പിന്നെന്ത് വേണം? എന്റെ അനിയനൊരു ജോലി കിട്ടുന്നത് വരെ എന്റെ കുടുംബത്തെ രക്ഷിക്കണം. ഇതാണ് എനിക്ക് പിടിക്കാത്തത്. എന്റേത് നിങ്ങളുടേത് എന്ന് വേർതിരിച്ച് സംസാരിക്കുന്നല്ലോ. ഇനിയെല്ലാം 1, 2 ഒന്നിച്ചു ചേരണം. ശരി തന്നെ, ക്ഷമിക്കണം. ഇനി വല്ലതും പറയാനുണ്ടോ? ഇനിയെല്ലാം അവിടുത്തെ ഇഷ്ടം. നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഈ ദൈവത്തിനെ സാക്ഷി നിർത്തി ഞാൻ സത്യം ചെയ്യുന്നു, നീ ആവശ്യപ്പെട്ടതെല്ലാം അക്ഷരം പ്രതി ഞാൻ നിറവേറ്റുന്നു. ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം. ഞാനും ഇതാ ഈ ദൈവത്തിന്റെ മുമ്പിൽ സത്യം ചെയ്യുന്നു. അങ്ങേ മനഃപൂർവ്വമായി കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. അളിയെ കാളി ഓർക്കാൻ 3 ദിവസമല്ലേ ഉള്ളൂ. അതെങ്ങനെ അറിയാം? കണ്ടോ, നിന്റെ കുടുംബത്തിനെ പറ്റി ഇത്രമാത്രം ഉത്കണ്ഠ എനിക്കുണ്ട് എന്നുള്ളതിന് വേറെ തെളിവെല്ലാം വേണം. കൈനിട്ടു. അയ്യോ, ഇത്രയൊക്കെ എന്തിനാ? 1000 രൂപ മതി. 1000? ആദ്യമായിട്ട് ഞാൻ തരുന്നത് 1000? എന്റെ നിലയും വിലയും നോക്കി വേണ്ടേ ഞാൻ തരാനായിട്ട്? പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്റെ പണപ്പെട്ടിയുടെ താക്കോലിന് ഞാൻ തരാൻ പോവില്ലേ? വലിയ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ആകാമല്ലോ. ഒരു കാര്യം, ഞാൻ ഈ താലി കഴുത്തി വയ്ക്കുന്നത് വരെ ഈ വിവരം ആരോടും പറയരുത് കേട്ടോ. കാരണം എന്റെ തള്ളക്കളവിയുണ്ടല്ലോ, ഒരു കോടീശ്വരന്റെ മകളെ എനിക്ക് നോക്കി വെച്ചിരിക്കുന്നു സംബന്ധം ചെയ്യാൻ. എനിക്ക് സമ്മതമില്ല, അത് തന്നെ. പിന്നെ അടുത്ത ഞായറാഴ്ച കല്യാണം. പോയിട്ട് പിന്നെ അടുത്ത ഞായറാഴ്ച വേഗം ഇനി വരും.